നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ആനുകൂല്യത്തിൻ്റെ തുക വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമുക്ക് 6000 രൂപ വർഷം വാങ്ങുന്ന ഒരു കർഷകനെ സംബന്ധിച്ച് ഇനി മുതൽ അത് 8000 രൂപ മുതൽ 10000 രൂപ വരെയൊക്കെ സർക്കാർ ആനുകൂല്യമായിട്ട് നൽകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതൊരു പക്ഷേ 4ന് മുകളിൽ ഉള്ള ഗഡുക്കളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വരെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് ലഭിക്കുന്ന തുകയൊന്നും തന്നെ നമ്മൾ തിരിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് പിന്നീട് തിരിച്ചടയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, DBT സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആധാർ അധിഷ്ഠിതമായിട്ട് ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ ധനസഹായം 2000 രൂപ വിതരണം ചെയ്യുന്ന പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം, ആ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ വരുന്ന ജൂലൈ മാസം 23-ാം തീയതി കേന്ദ്ര ബജറ്റാണ്. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റ്, കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് വർഷത്തിൽ 6000 രൂപയാണ് ആനുകൂല്യമായിട്ട് PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യമായിട്ട് ലഭിച്ചിരുന്നത്. 3 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് നമുക്ക് ഓരോ വർഷവും ലഭിച്ചിരുന്നത്. 6000 രൂപ മൊത്തത്തിൽ 2000 രൂപയുടെ 3 ഗഡുക്കളായിട്ട്. ഈ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ 17ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ വിതരണം ചെയ്ത് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് ലഭിക്കേണ്ടത് 18ാമത്തെ ഗഡുവാണ്. 18ാമത്തെ ഗഡു അടുത്ത മാസം മുതലാണ് വിതരണം ആരംഭിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഓഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയുള്ള കാലയളവിൽ, ഈ 4 മാസ കാലയളവാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്, 18ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യാനുള്ള സമയപരിധി. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം അടുത്ത മാസം മുതൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ്. നിലവിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രധാനമായിട്ടും രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 8000 രൂപയാക്കി കേന്ദ്ര സർക്കാർ ഈ ഒരു PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തെമ്പാടുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റ നിയമം കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും. ഈ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 8000 രൂപ മുതൽ 10000 രൂപ വരെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു കർഷകനാണ് ഇത് വാങ്ങുന്നതിനുള്ള സൗകര്യവും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ആനുകൂല്യം നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് KYC എന്ന ഒറ്റത്തവണ പുതുക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി നമ്മുടെ സ്വന്തം കൃഷിഭൂമിയാണ് തെളിയിക്കുന്നതിനുള്ള വെരിഫിക്കേഷൻ, അതായത് ലാൻഡ് സീഡിംഗ് എന്ന പറയുന്ന പ്രക്രിയ കൂടി കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ നമ്മളോട് എല്ലാ ഗുണഭോക്താക്കളോടും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇത് നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കാൻ വിട്ടുപോയ നിരവധി കർഷകരുടെ തുക മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഇത് പൂർത്തിയാക്കുന്നതിനായിട്ട് നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ് സാവകാശം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും നമുക്ക് അതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് KYC അതുപോലെ ലാൻഡ് സീഡിംഗ് പ്രക്രിയകളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ച് നൽകുന്ന രീതി കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ ആനുകൂല്യ പദ്ധതിയാണിത്. ഇത് കൂടാതെയാണ് ഈ പദ്ധതിയിലുള്ളവർക്ക് തന്നെയായിട്ട് ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്ന ഒരു രീതിയിൽ ഒരു ചെറിയ വായ്പ ധനസഹായം കൂടി ഇപ്പോൾ ഈ പദ്ധതി വഴി നടപ്പിലാക്കി വരുന്നത്. അതിലേക്ക് ഈ വർഷത്തേക്കുള്ള അപേക്ഷകളൊക്കെ തന്നെ ഇപ്പോൾ ബാങ്കുകൾ വഴി നടന്നു വരികയാണ്. നമ്മുടെ വിളയെ ആശ്രയിച്ചാണ് ഇതിലേക്കുള്ള തുക വായ്പയായിട്ട് നിശ്ചയിക്കുക. സ്ഥലത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് വായ്പ തുക കൂടുതൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. 1,60,000 രൂപ വരെയുള്ള വായ്പകൾ നമ്മൾ എടുക്കുമ്പോൾ അതിന് ഈട് നൽകേണ്ട ആവശ്യമില്ല. ഇനി ഈട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ തുക വേണമെങ്കിൽ 3 ലക്ഷം രൂപ വരെയാണ് ഈട് വെച്ചുകൊണ്ട് വായ്പ ലഭിക്കുക. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ഗ്രാൻറ്റ് കൂടി നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതിനാൽ തന്നെ ഫലത്തിൽ നമ്മൾ വെറും 4% മാത്രം പലിശ ഇതിലേക്ക് അടച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി വിവിധങ്ങളായിട്ടുള്ള സ്കീമുകളാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ യുവ കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 40 വയസ്സ് വരെയുള്ളവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പെൻഷനും നൽകുന്നുണ്ട്. 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് 60 വയസ്സാകുമ്പോഴായിരിക്കും 3000 രൂപ മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷനായിട്ട് ഈ പദ്ധതി ഉറപ്പു നൽകുന്നത്. അപ്പോൾ ഈ ജനപ്രിയ പദ്ധതികളെല്ലാം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കർഷക കുടുംബങ്ങളും ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഏതായാലും ഈ ജൂലൈ 23-ാം തീയതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കും. ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ PM കിസാൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക. ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ്, അതുപോലെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ഗുണഭോക്താക്കളും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ
എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.